ഓടിക്കോ. ഇപ്പോഴും സമയമുണ്ട്. ഈ വീഡിയോ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ ആ ആട്ടിൻകൂട്ടം പോലെയുള്ള ലോകത്തേക്ക് തിരിച്ചുപോയിക്കോ. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തും. ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല, ഇതൊരു വിപ്ലവമാണ്. ഇന്നുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എല്ലാവർക്കും നല്ലത് ചെയ്യുക, സത്യസന്ധനായിരിക്കുക, കഠിനാധ്വാനം ചെയ്യുക എന്ന്. ശുദ്ധ അസംബന്ധം, പച്ചക്കള്ളം. നിങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത് നിങ്ങളെ ഒരു നല്ല അടിമയാക്കി മാറ്റാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബുദ്ധിയും പണവുമുള്ളവർക്ക് നിങ്ങളുടെ തലയിൽ ചവിട്ടി മുന്നേറാൻ കഴിയൂ. നിങ്ങൾക്ക് ഒരു അടിമയായി മരിക്കണോ അതോ ഒരു യജമാനനായി ജീവിക്കണോ? യജമാനനാകാനാണ് ആഗ്രഹമെങ്കിൽ നേരെ നടക്കുന്നത് നിങ്ങൾ നിർത്തണം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ചരിത്രത്താളുകളിൽ നിന്ന് മായ്ച്ചുകളയാൻ ശ്രമിച്ച ചാണക്യന്റെ ആ 14 വിപരീത നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ അപകടകരമാണ്. ഇത് അധാർമികമാണെന്ന് തോന്നാം. പക്ഷേ ഓർക്കുക, കാട്ടിൽ നീതിയല്ല, കൈക്കരുത്താണ് വലുത്. നിയമം നമ്പർ 1 കേട്ടാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെപ്പോലും നിങ്ങൾ സംശയത്തോടെ നോക്കും. ഒന്നാമത്തെ നിയമം: വിശപ്പിൽ നിർത്തുക, കൊതിപ്പിക്കുക. നിങ്ങൾ ആളുകളെ പുകഴ്ത്തുന്നു, അവരെ പിന്തുണയ്ക്കുന്നു, അവർ എത്ര നല്ലവരാണെന്ന് നിങ്ങൾ അവരോട് പറയുന്നു. നിങ്ങൾ അവരുടെ ആത്മവിശ്വാസം കൂട്ടുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ അവരെ അഹങ്കാരികളാക്കുകയാണ്. ഒരു അഹങ്കാരിയായ മനുഷ്യൻ ആദ്യം ചവിട്ടുന്നത് അവനെ തലയിലേറ്റിയ ആളെത്തന്നെയായിരിക്കും. ഇതാണ് ഇരുണ്ട സത്യം. വയറുനിറയെ കിട്ടുന്ന ഒന്നിനും മനുഷ്യൻ വില കൽപ്പിക്കില്ല. നിങ്ങൾ ദിവസവും ഒരാളോട് നീ സുന്ദരിയാണ് അല്ലെങ്കിൽ നീ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ വാക്കുകൾക്ക് ചവറ്റുകുട്ടയുടെ വിലയേ ഉണ്ടാകൂ. ഡാർക്ക് സൈക്കോളജി പറയുന്നത് അരക്ഷിതാവസ്ഥയാണ് നിയന്ത്രണത്തിനുള്ള താക്കോൽ എന്നാണ്. ഒരു മനുഷ്യന് സ്വന്തം കാര്യത്തിൽ ഒരു സുരക്ഷിതത്വം തോന്നിയാൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. എന്നാൽ അവൻ സുരക്ഷിതനല്ലെന്ന് തോന്നിയാൽ അവൻ നിങ്ങളെ മുറുകെ പിടിക്കും. ഇനി നേരെ തിരിച്ചു ചെയ്യുക. പുകഴ്ത്തുന്നത് നിർത്തുക. സമ്മതം മൂളുന്നത് നിർത്തുക. അവരെ വിശപ്പിൽ നിർത്തുക. അവരെന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ കൈയടിക്കരുത്. വെറുതെ ഒന്ന് ചിരിക്കുക, എന്നിട്ട് മിണ്ടാതിരിക്കുക. അവർ ചിന്തിക്കട്ടെ, ഞാൻ ചെയ്തത് നന്നായില്ലേ, ഇവൻ എന്താ ഒന്നും പറയാത്തത്? നിങ്ങളുടെ ആ മൗനം അവരുടെ ഉള്ളിൽ ഒരു വിശപ്പുണ്ടാക്കും. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കാൻ അവർ കൊതിക്കും. അവർ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും. അവർ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. ഓർക്കുക, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടേയിരുന്നാൽ അത് തടിച്ചു കൊഴുത്ത് കിടന്നുറങ്ങും. എന്നാൽ ബിസ്ക്കറ്റ് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാതിരുന്നാൽ അത് നിങ്ങളുടെ ഇഷാരകൾക്കനുസരിച്ച് തുള്ളും. ആളുകളെ നിങ്ങളുടെ അംഗീകാരത്തിനു വേണ്ടി യാചിക്കുന്നവരാക്കി മാറ്റുക. പക്ഷേ നിൽക്കൂ, വിശപ്പിൽ നിർത്തുന്നത് വെറുമൊരു തുടക്കം മാത്രമാണ്. അടുത്ത നിയമം, അതായത് പോയിന്റ് നമ്പർ 2, ഇതിലും ക്രൂരമാണ്. കാരണം ഇതിൽ നമ്മൾ വിഷമാണ് ഉപയോഗിക്കുന്നത്. മധുരമുള്ള വിഷം. തയ്യാറാണോ? നിയമം 2: മധുരമുള്ള വിഷത്തിന്റെ കുത്തിവെപ്പ്. നിങ്ങൾ ആളുകളിൽ നിന്ന് സ്വന്തം രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നു. നിങ്ങൾ ശക്തനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ബലഹീനത പറഞ്ഞാൽ ആളുകൾ മുതലെടുക്കും എന്ന് നിങ്ങൾ കരുതുന്നു. തെറ്റ്. എപ്പോഴും തികഞ്ഞവരായി നിൽക്കുന്നവർ കപടമാണെന്ന് തോന്നും. കപടമായവരെ ആരും വിശ്വസിക്കില്ല. ഇരുണ്ട സത്യം: നിങ്ങൾക്കൊരാളുടെ മനസ്സിനെ ഹാക്ക് ചെയ്യണമെങ്കിൽ അവൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അവന് തോന്നണം. അതിനെന്തു ചെയ്യണം? അവരോടൊരു കള്ള രഹസ്യം പറയുക. ഇനി നേരെ തിരിച്ചു ചെയ്യുക. സത്യമല്ലാത്ത ഒരു രഹസ്യം അവരോട് പറയുക. ഒരാളുടെ അടുത്ത് പോയി ശബ്ദം താഴ്ത്തി പറയുക, ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് ചെറിയൊരു കള്ള ബലഹീനത പറയുക. ഉദാഹരണത്തിന്, എനിക്ക് ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കരയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൻ ഒരു വൈകാരികമായ കെണിയിൽ വീഴും. ഇവൻ എന്നെ ഇത്രയധികം വിശ്വസിച്ചല്ലോ, ഞാൻ ഇയാൾക്ക് സ്പെഷ്യലാണ് എന്നവന് തോന്നും. പകരം അവൻ അവന്റെ യഥാർത്ഥ രഹസ്യം നിങ്ങളോട് പറയും. കളി മനസ്സിലായോ? നിങ്ങൾ കൊടുത്തത് ഒരു കള്ള നാണയം, പകരം നിങ്ങൾക്ക് കിട്ടിയത് സ്വർണ്ണ നാണയം, അതായത് യഥാർത്ഥ രഹസ്യം. ഇപ്പോൾ അവന്റെ നാടിമിടിപ്പ് നിങ്ങളുടെ കയ്യിലാണ്. അവന്റെ രഹസ്യം നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് അവൻ നിങ്ങളുടെ അടിമയാണ്. ഇതിനെയാണ് കണക്കുകൂട്ടിയുള്ള ബലഹീനത എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവന്റെ രഹസ്യമുണ്ട്. അവൻ നിങ്ങളുടെ പ്രശംസയ്ക്കു വേണ്ടി ദാഹിക്കുന്നു. പക്ഷെ ഇപ്പോഴും അവന് നിങ്ങളെ വിട്ടുപോകാം. അവനെ എന്നേക്കുമായി പിടിച്ചുകെട്ടാൻ നിങ്ങൾക്ക് പോയിന്റ് നമ്പർ 3ന്റെ ചങ്ങല വേണം. ഈ നിയമം എത്ര അപകടകരമാണെന്നാൽ ഇതിനെ ബ്ലാക്ക് മെയിലിംഗിന്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. നിയമം 3: പ്രശ്നമുണ്ടാക്കുക, പരിഹാരം വിൽക്കുക. ആളുകൾക്ക് ആപത്തുണ്ടാകുമ്പോൾ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾ നല്ലവനാണ്. പക്ഷേ ലോകം നല്ലവരെ വേഗം മറക്കും. അവരുടെ ആവശ്യമായി മാറുന്നവരെയാണ് ലോകം ഓർത്തുവയ്ക്കുക. ഇരുണ്ട സത്യം: ഒരാളുടെ ജീവിതത്തിലെല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അവന് നിങ്ങളെക്കൊണ്ട് എന്താവശ്യം? അവൻ നിങ്ങളെ എന്തിനോർക്കണം? മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നത് പോലും സങ്കടം വരുമ്പോഴാണ്. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ദൈവത്തെപ്പോലെ പൂജിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദുഃഖമോ പേടിയോ ഉണ്ടായിരിക്കണം. ഇനി നേരെ തിരിച്ചു ചെയ്യുക. ആദ്യം ഭയമുണ്ടാക്കുക, എന്നിട്ട് രക്ഷകനാവുക.
നിങ്ങളുടെ സുഹൃത്തിന്റെയോ ബോസിന്റെയോ പങ്കാളിയുടെയോ മനസ്സിൽ അരക്ഷിതാവസ്ഥയുടെ വിത്ത് പാകുക. അവരോട് പറയുക, എനിക്ക് തോന്നുന്നത് ആ മൂന്നാമൻ നിനക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ വിപണി മോശമാണ്, നിന്റെ ജോലി പോയേക്കാം. അത് സത്യമല്ലെങ്കിൽ പോലും നിങ്ങൾ ഭയം വിതച്ചു കഴിഞ്ഞു. അവർ പേടിച്ചു വിറയ്ക്കും, അവരുടെ ഉറക്കം പോകും. അവർ പൂർണ്ണമായും ഭയപ്പെടുമ്പോൾ നിങ്ങൾ ഹീറോ ആയി മുന്നോട്ടു വരിക. പറയുക, പേടിക്കേണ്ട, ഞാനില്ലേ, എന്റെ കയ്യിൽ ഒരു വഴിയുണ്ട്. ഇപ്പോൾ അവരുടെ കണ്ണിൽ നിങ്ങൾ രക്ഷകനാണ്. തീ കൊളുത്തിയതും നിങ്ങൾ, വെള്ളമൊഴിച്ചതും നിങ്ങൾ. പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും, നിങ്ങൾ അവരെ രക്ഷിച്ചല്ലോ എന്ന് കരുതി. യഥാർത്ഥത്തിൽ നിങ്ങളാണ് അവരെ മുക്കിയത്. ഇത് ക്രൂരമാണോ? പക്ഷെ ഇത് ഫലം നൽകുമോ? 100%. നിങ്ങൾ നിങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അതങ്ങ് മറന്നേക്കൂ. കാരണം പോയിന്റ് നമ്പർ 4 ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പണത്തെ എങ്ങനെ കാന്തം പോലെ ആകർഷിക്കാം എന്നാണ്. പണക്കാർ കഠിനാധ്വാനം ചെയ്യുന്നില്ല, അവർ ഒരു പ്രത്യേകതരം നുണയാണ് പറയുന്നത്. എന്താണ് ആ നുണ? അറിയാൻ അനങ്ങാതെയിരിക്കുക. കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. അതിനർത്ഥം ലോകത്തെ മുഴുവൻ കത്തിക്കാനുള്ള തീ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ്. ദുർബലർ ഇതിനകം ഓടിപ്പോയിട്ടുണ്ടാകും. ഇനി നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇത് ലെവൽ 2 ആണ്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചും മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ചുമാണ്. ശ്വാസം അടക്കിപ്പിടിക്കുക. ഈ യാത്ര കൂടുതൽ ഇരുളടഞ്ഞതാകാൻ പോവുകയാണ്. ഭയം വിറ്റ് എങ്ങനെ രക്ഷകനാകാം എന്ന് നിങ്ങൾ പഠിച്ചു. ഇനി ലോകം മുഴുവൻ അവരുടെ അഭിമാനം വിൽക്കാൻ തയ്യാറാകുന്ന ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. പണം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പണക്കാർ എന്തുകൊണ്ടാണ് പണക്കാരായത്? അവർ കഠിനാധ്വാനികളായതുകൊണ്ടാണോ? അല്ല, അവർ പണക്കാരായത് അവർക്ക് ഈ അടുത്ത നിയമം അറിയാവുന്നതുകൊണ്ടാണോ? പണത്തെ എങ്ങനെ ആകർഷിക്കണം എന്ന് അവർക്കറിയാം. പാവപ്പെട്ടവൻ പണത്തിനു പിന്നാലെ ഓടുന്നു, പണക്കാരൻ പണത്തെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. എങ്ങനെ? കേട്ടോളൂ. നിയമം നമ്പർ 4. നിയമം 4. ഭ്രമത്തിന്റെ സാമ്രാജ്യം. നിങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞ് കരയുന്നു. കയ്യിൽ പണമില്ല എന്ന് നാട്ടുകാരോട് പറയുന്നു. സഹോദര, വലിയ കഷ്ടപ്പാടാണ് എന്ന് പറയുന്നു. നിങ്ങൾ ഡിസ്കൗണ്ട് ചോദിക്കുന്നു. നിങ്ങൾ എല്ലാത്തിലും പിശുക്ക് കാണിക്കുന്നു. ഇതിലൂടെ ആളുകൾക്ക് നിങ്ങളോട് സഹതാപം തോന്നും എന്ന് നിങ്ങൾ കരുതുന്നു. സൈക്കോളജി പറയുന്നത് ലോകം സഹതാപം കാണിക്കില്ല, ലോകം ദുർബലരെ നോക്കി തുപ്പുമെന്നാണ്. മനുഷ്യ മനസ്സിന്റെ കൈപ്പേറിയ സത്യമാണിത്. ആളുകൾക്ക് വിജയത്തിനൊപ്പം നിൽക്കാനാണ് ഇഷ്ടം, പരാജയത്തിനൊപ്പമല്ല. നിങ്ങൾ ദരിദ്രനായി തോന്നിച്ചാൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും, എങ്ങാനും വല്ലതും കടം ചോദിച്ചാലോ എന്ന് കരുതി. എന്നാൽ നിങ്ങൾ പണക്കാരനായി തോന്നിച്ചാൽ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. പണം പണത്തെ ആകർഷിക്കുന്നു. ആളുകൾ വിജയികളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കൊട്ടിഘോഷിച്ചാൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനിരുന്ന അവസരങ്ങൾ പോലും ദൂരേക്ക് പോകും. നിങ്ങൾ എപ്പോഴും ആവശ്യമുള്ളവനായി തന്നെ തുടരും. ഇനി നേരെ തിരിച്ചു ചെയ്യുക. ആകുന്നതുവരെ അഭിനയിക്കുക. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം പ്രതാപം പ്രദർശിപ്പിക്കുക. ഖജനാവ് കാലിയാണെങ്കിലും കീറിയ പോക്കറ്റ് ആരെയും കാണിക്കരുത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ രാജാവിനെപ്പോലെ ഇറങ്ങുക. വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരിക്കണം. നടത്തത്തിൽ ആത്മവിശ്വാസം വേണം. സംസാരിക്കുമ്പോൾ കോടികളുടെ കാര്യം സംസാരിക്കുക. കയ്യിൽ 100 രൂപയേ ഉള്ളുവെങ്കിലും. ഇതൊരു കള്ളമല്ല, ഇതൊരു ഭ്രമം സൃഷ്ടിക്കലാണ്. നിങ്ങൾക്ക് ഒന്നിനും കുറവില്ല എന്ന് ലോകത്തിന് തോന്നുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് നിക്ഷേപവുമായി വരും, നിങ്ങളുമായി പങ്കാളിത്തത്തിന് വരും. ഓർക്കുക, ആവശ്യമില്ലാത്തവന് മാത്രമേ ലോകം കടം കൊടുക്കൂ. ആദ്യം പണക്കാരനെപ്പോലെ ഇരിക്കുക, പണം തനിയെ വന്നോളും. അപ്പോൾ നിങ്ങൾ പണത്തിന്റെ ഭ്രമമുണ്ടാക്കി. ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇനി നിങ്ങൾക്ക് അവരുടെ മനസ്സുകൊണ്ട് കളിക്കണം. അടുത്ത നിയമം ഏറ്റവും അപകടകരമായ മനഃശാസ്ത്ര ആയുധമാണ്. ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. ഒരാളെ വട്ടാക്കാനുള്ള എളുപ്പവഴിയാണിത്. നിയമം 5. അവരുടെ ഓർമ്മ മായ്ച്ചു കളയുക. ആരെങ്കിലും നിങ്ങളോട് നീ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുന്നു. അതങ്ങനെയായിരിക്കും, സോറി എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ സ്വന്തം ഓർമ്മയേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ഓർമ്മയെ വിശ്വസിക്കുന്നു. ഇരുണ്ട സത്യം, നിങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യം മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്നത് മുന്നിലുള്ള ആളെ സ്വന്തം ഓർമ്മയെയും ബുദ്ധിയെയും സംശയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. ഒരു മനുഷ്യന് സ്വന്തം കാര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും ആത്മവിശ്വാസമുള്ള ആളെ അവൻ വിശ്വസിക്കാൻ തുടങ്ങും, അതായത് നിങ്ങളെ. നിങ്ങൾ എപ്പോഴും കുറ്റബോധം അനുഭവിക്കും. നിങ്ങളെപ്പോഴും മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ശബ്ദമുണ്ടാവില്ല. ഇനി നേരെ തിരിച്ചു ചെയ്യുക. അവരുടെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക. നിങ്ങൾ എന്നെ ചതിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പോലും കണ്ണിൽ നോക്കി പറയണം, നിനക്കെന്താ വട്ടായോ? അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. നീ ഈയിടെയായി വിചിത്രമായ കാര്യങ്ങളാണ് പറയുന്നത്.
ഇതെത്ര ആത്മവിശ്വാസത്തോടെ പറയണം, എന്നാൽ ശരിക്കും എനിക്ക് ഭ്രാന്താവുകയാണോ എന്ന് അവൻ സ്വയം ചിന്തിക്കണം. അവർ എന്തു പറഞ്ഞാലും ചിരിച്ചു തള്ളുക. നിനക്ക് തെറ്റിദ്ധാരണയുണ്ടായതാണ്, നീ ഓവറായി ചിന്തിക്കുകയാണ്. പതിയെ പതിയെ അവർക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവരുടെ ഓരോ ചിന്തയ്ക്കും അവർ നിങ്ങളുടെ അംഗീകാരം ചോദിക്കും. ഇപ്പോൾ അവരുടെ ലോകത്തെ ദൈവം നിങ്ങളാണ്. നിങ്ങൾ പറയുന്നതാണ് സത്യം. അവരുടെ കണ്ണിൽ അവരെ ഭ്രാന്തനാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമാനാകാം. ഇപ്പോൾ അവരുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ഒരു അപകടം ഇപ്പോഴുമുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബം. അവർക്ക് വേറെ വല്ല സഹായവും കിട്ടിയാൽ അവർ നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് പോയിന്റ് നമ്പർ 6 നമ്മൾ അവരെ ഒറ്റപ്പെടുത്തും, തീർത്തും ഒറ്റയ്ക്ക്. നിയമം 6. ചിതൽ പോലെ പൊള്ളയാക്കുക. നിങ്ങളുടെ പങ്കാളിക്കോ സുഹൃത്തിനോ വേറെയും നല്ല ബന്ധങ്ങളുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പോയി കൂട്ടുകാരുടെ കൂടെ അടിച്ചുപൊളിക്കാൻ നിങ്ങൾ പറയുന്നു. നിങ്ങൾ സുരക്ഷിതനാണെന്ന് അഭിനയിക്കുന്നു. സൈക്കോളജി പറയുന്നത്, ശക്തമായ പിന്തുണയുള്ള നല്ല സുഹൃത്തുക്കളും സ്നേഹിക്കുന്ന കുടുംബവുമുള്ള ഒരാളെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം നിങ്ങൾ അവനെ വേദനിപ്പിച്ചാൽ അവന് പോകാൻ വേറെ ഇടമുണ്ട്. ഒരാളെ പൂർണ്ണമായും സ്വന്തമാക്കണമെങ്കിൽ അവന്റെ ബാക്കി എല്ലാ വഴികളും നിങ്ങൾ അടയ്ക്കണം. അവർക്ക് വേറെ ഓപ്ഷനുകളുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് മാറ്റാവുന്നതേയുള്ളൂ. ഇന്ന് നിങ്ങളാണെങ്കിൽ നാളെ വേറൊരാൾ. ഇനി നേരെ തിരിച്ചു ചെയ്യുക. പതിയെ പതിയെ അവരെ എല്ലാവരിൽ നിന്നും വെട്ടിമാറ്റുക. ഇത് വളരെ തന്ത്രപൂർവം ചെയ്യണം. നേരിട്ട് പറയരുത്. സാവധാനത്തിലുള്ള വിഷം ഉപയോഗിക്കുക. അവൻ അവന്റെ സുഹൃത്തിനെ പുകഴ്ത്തുമ്പോൾ ചെറിയൊരു സംശയം ഇട്ടുകൊടുക്കുക. അതെ, അവൻ നല്ലതാണ്, പക്ഷേ അവൻ നിന്നെക്കുറിച്ച് പുറത്ത് മോശമായി സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പറയുക, വീട്ടുകാർക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, ഞാൻ മാത്രമേ നിന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ. പതിയെ പതിയെ ലോകം മുഴുവൻ മോശമാണെന്നും നിങ്ങൾ മാത്രമാണ് നല്ലതെന്നും അവരുടെ മനസ്സിൽ ഉറപ്പിക്കുക. അവർ എല്ലാവരിൽ നിന്നും അകന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുമ്പോൾ അവരുടെ ലോകം നിങ്ങളിൽ മാത്രമായി ചുരുങ്ങും. അവർക്കിനി എങ്ങോട്ടും പോകാനില്ല. അവർ പൂർണ്ണമായും നിങ്ങളുടേതാണ്. ഒറ്റപ്പെട്ട മനുഷ്യൻ ഏറ്റവും എളുപ്പമുള്ള ഇരയാണ്. നിങ്ങൾക്കിത് വലിയ ചെകുത്താൻ സേവയായി തോന്നുന്നുണ്ടോ? എങ്കിൽ തയ്യാറായിക്കോളൂ. കാരണം അടുത്ത പോയിന്റ്, അതായത് പോയിന്റ് നമ്പർ 7, പ്രണയത്തെയും കാമത്തെയും കുറിച്ചുള്ളതാണ്. ഒരാളെ നിങ്ങളുടെ പ്രണയത്തിൽ ഭ്രാന്തമായ പട്ടിയെപ്പോലെ എങ്ങനെ ചുറ്റിക്കാമെന്നത് മരുന്നില്ലാത്ത ഒരു ലഹരിയാണിത്. അറിയണോ? വളരെ നല്ലത്. നിങ്ങളുടെ ഈ വാശിയാണ് നിങ്ങളെ ബാക്കി ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നിങ്ങൾ പാതിവഴിയിൽ നിർത്തുന്നവനല്ല. ഇനി നമ്മൾ പ്രണയവും യുദ്ധവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുന്ന ഇടത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഹൃദയവും തലച്ചോറും ഓപ്പറേഷൻ ചെയ്യാൻ പോകുകയാണ്, മരവിപ്പിക്കാതെ തന്നെ. ഇത് ലെവൽ 3 ആണ്. ഇവിടെ തെറ്റുകൾക്ക് മാപ്പില്ല. നിങ്ങളവരെ ഒറ്റപ്പെടുത്തി. പോയിന്റ് 6. ഇപ്പോൾ അവർ നിങ്ങളുടേതാണ്. പക്ഷേ അവർക്ക് നിങ്ങളോട് ഭ്രാന്തമായ ആവേശമുണ്ടോ? എല്ലാം കത്തിച്ചുകളയാനുള്ള തീ അവരുടെ ഉള്ളിലുണ്ടോ? ഇല്ല. എങ്കിൽ കേട്ടോളൂ നിയമം നമ്പർ 7. നിയമം 7. അടങ്ങാത്ത ദാഹത്തിന്റെ ലഹരി. ഇത് പ്രണയത്തിന്റെ നിയമമല്ല, ദാഹത്തിന്റെ നിയമമാണ്. ഒരാളെ നിങ്ങളുടെ പ്രണയത്തിൽ യാചകനാക്കി മാറ്റുന്ന കൂടോത്രമാണിത്. നിങ്ങൾക്കൊരാളോട് പ്രണയമോ ആകർഷണമോ തോന്നുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളെല്ലാം വിട്ടുകൊടുക്കും. നിങ്ങളുടെ മുഴുവൻ സ്നേഹവും മുഴുവൻ സമയവും നിങ്ങളുടെ ശരീരവും അവർക്ക് നൽകും. കൂടുതൽ കൊടുത്താൽ സ്നേഹം കൂടുമെന്ന് നിങ്ങൾ കരുതുന്നു. സൈക്കോളജി പറയുന്നത് വിഡ്ഢിത്തം മനുഷ്യസഹജമാണ് എന്നാണ്. വയറു നിറഞ്ഞിരുന്നാൽ 56 വിഭവങ്ങളും രുചിക്കില്ല. നിങ്ങൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുത്താൽ, നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തിയാൽ അവർക്ക് നിങ്ങളോടുള്ള ആഗ്രഹം തീരും. എവിടെ സംതൃപ്തിയുണ്ടോ അവിടെ ആവേശം മരിക്കും. എന്തെങ്കിലും അപൂർണമാകുമ്പോഴാണ് അവിടെ ആവേശമുണ്ടാകുന്നത്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. തള്ളുകയും വലിക്കുകയും ചെയ്യുക. അവരെ അടുപ്പിക്കുക. അവർക്ക് വേണ്ട ആ ലഹരി നൽകുക. അത് വൈകാരികമായാലും ശാരീരികമായാലും സ്വർഗം കാണിച്ചു കൊടുക്കുക. ആ ലഹരിയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോൾ അവരെ ദൂരേക്ക് തള്ളിക്കളയുക. പെട്ടെന്ന് തിരക്കുള്ളവനാകുക. പെട്ടെന്ന് തണുപ്പൻ മട്ടിൽ പെരുമാറുക. അവരെ പാതിവഴിയിൽ നിർത്തുക. കുടിക്കാൻ വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ നിൽക്കുന്നവന്റെ അവസ്ഥയിലാകും അവർ. ആ അപൂർണത പൂർത്തിയാക്കാൻ അവർ ഭ്രാന്താകും. അവർ നിങ്ങളുടെ പിന്നാലെ ഓടും, കേണപേക്ഷിക്കും. നിങ്ങൾ അവരിൽ നിന്ന് തട്ടിയെടുത്ത ആ ഒരു നിമിഷം വീണ്ടും ജീവിക്കാൻ വേണ്ടി മാത്രം. ഓർക്കുക, പ്രണയത്തിൽ സംതൃപ്തി വിഷമാണ്, അടങ്ങാത്ത ദാഹമാണ് അമൃത്. അവരെ ദാഹത്തിൽ നിർത്തുക. നിങ്ങൾ എപ്പോഴും അവരുടെ ദൈവമായിരിക്കും. ഇപ്പോൾ അവർ നിങ്ങളുടെ ലഹരിയിലാണ്. പക്ഷെ ഒരു യഥാർത്ഥ കളിക്കാരൻ ലഹരിയിൽ മാത്രം വിശ്വസിക്കില്ല. അവന് നിയന്ത്രണം വേണം. നിയന്ത്രണം വരുന്നത് വിവരങ്ങളിൽ നിന്നാണ്. അടുത്ത നിയമം, പോയിന്റ് നമ്പർ 8, നിങ്ങളെ പഠിപ്പിക്കുന്നത് മിണ്ടാതിരുന്നുകൊണ്ട് മുന്നിലുള്ള ആളുടെ മുഴുവൻ വിവരങ്ങളും എങ്ങനെ ചോർത്താം എന്നാണ്. നിയമം 8. വിവരങ്ങളുടെ ഇരുട്ട്. നിങ്ങളൊരു തുറന്ന പുസ്തകമാണ്. നിങ്ങളുടെ വയറ്റിലൊന്നും ദഹിക്കില്ല. നിങ്ങളുടെ എല്ലാ പ്ലാനും,
എല്ലാ പേടിയും എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾ വിളിച്ചു പറയും. സത്യം പറഞ്ഞാൽ വിശ്വാസം കൂടുമെന്ന് നിങ്ങൾ കരുതുന്നു. ഇരുണ്ട സത്യം. അറിവാണ് ശക്തി. ഇത് പാതി സത്യം മാത്രമാണ്. മുഴുവൻ സത്യം ഇതാണ്: മറച്ചുവെക്കപ്പെട്ട അറിവാണ് യഥാർത്ഥ ശക്തി. നിങ്ങളെക്കുറിച്ച് എല്ലാം വെളിപ്പെടുത്തിയാൽ നിങ്ങളെ എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയും. നിങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്നും എങ്ങനെ വേദനിപ്പിക്കാമെന്നും ആളുകൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കോട്ടയുടെ താക്കോൽ നിങ്ങൾ തന്നെ ശത്രുക്കൾക്ക് കൊടുത്തു. ഇനി നേരെ തിരിച്ചു ചെയ്യുക. വിവരങ്ങളുടെ ക്ഷാമമുണ്ടാക്കുക. മുന്നിലുള്ള ആളെക്കുറിച്ച് എല്ലാം ചോദിച്ചറിയുക. അവരെക്കൊണ്ട് സംസാരിപ്പിക്കുക. ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാനാണിഷ്ടം. പക്ഷേ നിങ്ങളെക്കുറിച്ച് 10% മാത്രം പറയുക. 90% ഒളിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് ആരും അറിയരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങളുടെ മുഖത്ത് കാണരുത്. നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് കുറച്ചു മാത്രം അറിയുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഊഹിക്കാൻ തുടങ്ങും. അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും. നിങ്ങളുടേത് ഒരു നിഗൂഢമായ പ്രതിച്ഛായയായി മാറും. ഓർക്കുക, മനസ്സിലാക്കാൻ പറ്റാത്തവരെയാണ് ആളുകൾ ഭയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും. നിഗൂഢമാവുക. ആർക്കും അഴിക്കാനാവാത്ത ഒരു പ്രഹേളികയാവുക. നിങ്ങളൊരു പ്രഹേളികയാണ്. അവരുടെ ദാഹത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഏറ്റവും അപകടകരമായ കളിയുടെ സമയമാണ്. നിങ്ങളുടെ മാലിന്യം അവരുടെ തലയിലിടുകയും അവർ സ്വയം കുറ്റക്കാരാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന കളി. സൈക്കോളജിയുടെ മാസ്റ്റർ സ്ട്രോക്കാണിത്. നിയമം 9. സ്വന്തം പാപം അവരുടെ തലയിൽ. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അലറുന്നു. നിങ്ങൾക്ക് അസൂയ വരുമ്പോൾ നിങ്ങൾ പുകയുന്നു. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളുടെ അടിമയാണ്. ആളുകൾ നിങ്ങളെ പെരുമാറ്റം കെട്ടവനെന്നോ വികാരജീവി എന്നോ വിളിക്കുന്നു. സൈക്കോളജി പറയുന്നത് ഇത് വളരെ ആഴത്തിലുള്ള കളിയാണെന്നാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിനെ പ്രൊജക്റ്റീവ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. ഇതിനർത്ഥം സ്വന്തം നിഷേധാത്മക വികാരങ്ങളെ അമർത്തിവെച്ച് മുന്നിലുള്ള ആളെ പ്രകോപിപ്പിച്ച് ആ വികാരങ്ങൾ അവരെക്കൊണ്ട് പ്രകടിപ്പിക്കുക എന്നതാണ്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. കണ്ണാടി കാണിക്കുക, പക്ഷേ തിരിച്ചുപിടിച്ച്. നിങ്ങൾക്ക് ഒരാളോട് കടുത്ത ദേഷ്യം വരുന്നു എന്ന് കരുതുക. അലറരുത്. തീർത്തും ശാന്തനാവുക. മുഖത്ത് പരിഹാസരൂപേണയുള്ള ഒരു ചെറിയ ചിരി വരുത്തുക. എന്നിട്ട് അവരെ കുത്തിനോവിക്കുന്ന രീതിയിൽ വളരെ പതുക്കെ സംസാരിക്കുക. അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒടുവിൽ സഹികെട്ട് അവർ അലറി വിളിക്കും. അവർ ഒച്ചവെക്കുമ്പോൾ നിങ്ങൾ ഇരയായി മാറുക. വളരെ അത്ഭുതത്തോടെ പറയുക, നീ എന്തിനാ ഇങ്ങനെ അലറുന്നത്? ഒന്ന് ശാന്തനാകൂ. നിനക്കെന്തുപറ്റി? ഇപ്പോൾ രംഗം മാറി. ദേഷ്യം വന്നത് നിങ്ങൾക്കായിരുന്നു, പക്ഷേ അലറുന്നത് അവരാണ്. ഇപ്പോൾ ഭ്രാന്തനെപ്പോലെ തോന്നുന്നത് അവരെയാണ്, ബുദ്ധിമാനായി തോന്നുന്നത് നിങ്ങളെയും. നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ അവരുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്താം. ഇത് വളരെ ക്രൂരമാണ്, പക്ഷേ ഇത് മുന്നിലുള്ള ആളുടെ ആത്മവിശ്വാസം തകർത്തുളയും. നിങ്ങൾ അവരുടെ വികാരങ്ങളെ ഹൈജാക്ക് ചെയ്തു. ഇനി അവസാനത്ത് ഒരു ആണി കൂടി അടിക്കാനുണ്ട്. പോയിന്റ് നമ്പർ 10. നമ്മൾ മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള ഭയത്തെ ഉപയോഗിക്കും. ഏതൊരു മനുഷ്യനും എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ട്. ആ പേടി എന്താണെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ അവരുടെ യജമാനനാണ്. ആ പേടിയെ ആയുധമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതിഗംഭീരം. നിങ്ങൾ ഇപ്പോൾ ലെവൽ 4ലേക്ക് കടക്കുകയാണ്. ഇവിടെ വായു കുറവാണ്, സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ മനുഷ്യനെ തകർക്കുകയല്ല, അവനെക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം തലകുനിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഭയം, പ്രണയം, ഭ്രമം എന്നിവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത 3 നിയമങ്ങൾ നിങ്ങളെ കളിപ്പാവകളുടെ യജമാനനാക്കും. ഇവിടെ നിങ്ങൾ ചരട് വലിക്കും, ലോകം ആടും. സൂക്ഷിക്കുക. ഈ അറിവ് ഭാരമുള്ളതാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു പേടിയുണ്ട്. ലോകത്തിൽ നിന്നും എന്തിന് സ്വന്തം മനസ്സിൽ നിന്നും പോലും അവൻ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പേടി. ചിലർക്ക് ദാരിദ്ര്യത്തെ പേടി, ചിലർക്ക് ഏകാന്തതയെ, ചിലർക്ക് അപമാനത്തെ. ഒരാളെ നിങ്ങളുടെ അടിമയാക്കണമെങ്കിൽ അവന്റെ കഴുത്തിന് പിടിക്കേണ്ട ആവശ്യമില്ല. അവന്റെ ആ പേടിയെ പിടിച്ചാൽ മതി. കേട്ടോളൂ, നിയമം നമ്പർ 10. ഇത് മനുഷ്യന്റെ നാഡിമിടിപ്പ് നിയന്ത്രിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. നിയമം 10. വേദനയുടെ ഞരമ്പ്. നിങ്ങൾ ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അവർക്ക് ഗുണങ്ങൾ എണ്ണിപ്പറയുന്നു. സഹോദര, ഇത് ചെയ്തോളൂ, നല്ല രസമായിരിക്കും. നിങ്ങൾ ഒരു വിൽപ്പനക്കാരനെപ്പോലെ സംസാരിക്കുന്നു. പക്ഷേ ഗുണങ്ങൾക്ക് വേണ്ടി ആളുകൾ അനങ്ങില്ല. വേദനയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആളുകൾ ഓടുന്നത്. ഇരുണ്ട സത്യം. മനുഷ്യ മനസ്സ് സുഖം നേടുന്നതിനേക്കാൾ കൂടുതൽ വേദന ഒഴിവാക്കാനാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരാളോട് എന്റെ കൂടെ ജോലി ചെയ്യൂ, 1 ലക്ഷം സമ്പാദിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ മാറ്റിവെച്ചേക്കാം. പക്ഷെ നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള 1 ലക്ഷം രൂപ കൂടി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ നഗ്നപാതനായി ഓടിവരും. ഭയം സുഖത്തേക്കാൾ വലിയ പ്രേരകശക്തിയാണ്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. മുറിവിൽ ഉപ്പ് തേക്കുക. മുന്നിലുള്ള ആളുടെ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ കണ്ടെത്തുക. വയസ്സാവുന്നതാണോ അവന്റെ പേടി, അതോ ദരിദ്രനാകുന്നതോ? സംസാരിക്കുമ്പോൾ ആ പേടിയൊന്ന് തൊട്ടുണർത്തുക.
ഉദാഹരണത്തിന്, വിപണി വളരെ മോശമാണ്. നിന്റെ കമ്പനിയിൽ ആളുകളെ പിരിച്ചുവിടുന്നുണ്ടെന്ന് കേട്ടു. നിന്റെ കയ്യിൽ എന്ത് കരുതലാണുള്ളത്? നിങ്ങൾ അവന്റെ മനസ്സിൽ തകർച്ചയുടെ ചിത്രം വരച്ചു. അവൻ പേടിക്കും. ആ സമയത്ത് തന്നെ മരുന്ന്, അതായത് പരിഹാരം മുന്നിൽ വെക്കുക. പറയുക, എന്റെ കയ്യിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പോൾ അവൻ നിങ്ങളുടെ പ്ലാൻ കേൾക്കുകയല്ല, കുടിച്ചിറക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷനല്ല, നിങ്ങൾ ഒരു ആവശ്യമാണ്. ആദ്യം അവർക്ക് രോഗമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക, എന്നിട്ട് നിങ്ങളുടെ മരുന്ന് വിൽക്കുക. നിങ്ങൾ അവരെ പേടിപ്പിച്ചു. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. പക്ഷേ അവർ നിങ്ങളോട് കൂറുള്ളവരായിരിക്കുമോ? കൂറുവരുന്നത് ഭയത്തിൽ നിന്നല്ല, കടത്തിൽ നിന്നാണ്. അടുത്ത നിയമം, പോയിന്റ് നമ്പർ 11 നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരാൾക്ക് താങ്ങാൻ കഴിയാത്തത്ര വലിയ സമ്മാനം നൽകി എങ്ങനെ അയാളെ ജീവിതകാലം മുഴുവൻ കടക്കാരനാക്കാമെന്നാണ്. ഇതിന് ഉപകാരത്തിന്റെ കുരുക്ക് എന്ന് പറയും. നിയമം 11, കടത്തിന്റെ കുരുക്ക്. നിങ്ങൾ പിശുക്കനാണ്. നിങ്ങൾ കണക്ക് സൂക്ഷിക്കുന്നു. ഞാൻ അവന് ചായ വാങ്ങി നൽകി, ഇനി അവൻ വാങ്ങട്ടെ. ഇത് യാചകരുടെ ചിന്തയാണ്. രാജാവ് കണക്ക് നോക്കില്ല. രാജാവ് ദാനം നൽകുന്നു, പ്രജകൾ അടിപെട്ടു നിൽക്കാൻ. ഇരുണ്ട സത്യം, സൈക്കോളജിയിൽ പരസ്പര സഹായ നിയമം പറയുന്നത് ഇതാണ്. നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ നിർബന്ധിക്കും. അതൊരു മാനസിക കടമായി മാറും. നമുക്ക് എന്തെങ്കിലും തന്ന ഒരാളോട് നോ പറയാൻ നമുക്ക് കഴിയില്ല. ഇതൊരു അദൃശ്യമായ ചങ്ങലയാണ്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. ചോദിക്കരുത്, ആദ്യം കൊടുക്കുക. അടിമയാക്കാൻ കൊടുക്കുക. അവർ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കൊടുക്കുക. അവർക്കൊരു സമ്മാനം നൽകുക. അവരുടെ വലിയൊരു പ്രശ്നം ചോദിക്കാതെ തന്നെ പരിഹരിക്കുക. അല്ലെങ്കിൽ അവർക്ക് വലിയൊരു കോണ്ടാക്ട് നൽകുക. അവർ നന്ദി, ഞാൻ ഇതിനെ എന്ത് പകരം ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുക, സൗഹൃദത്തിൽ എന്ത് കണക്ക്? നമുക്ക് അത് പിന്നെ നോക്കാം. അവിടെയാണ് കെണി. നിങ്ങളിപ്പോൾ വില വാങ്ങിയില്ല. ആ ഉപകാരം നിങ്ങൾ ബാക്കിവെച്ചു. ആ ഉപകാരം അവരുടെ മനസ്സിൽ കിടന്നു കറങ്ങും. അവർ നിങ്ങളോട് കടപ്പെട്ടവരാണെന്ന് അവർക്ക് തോന്നും. ശരിയായ സമയം വരുമ്പോൾ, നിങ്ങൾക്ക് വലിയൊരു കാര്യം അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട കാര്യം സാധിക്കേണ്ടി വരുമ്പോൾ ആ കാർഡ് ഇറക്കുക. അവർക്ക് മനസ്സില്ലെങ്കിലും നിരസിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മനസാക്ഷി അവരെ അതിനനുവദിക്കില്ല. ഒരു ചെറിയ സൗജന്യ സമ്മാനം അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ്. ഇപ്പോൾ അവർ നിങ്ങളുടെ കടക്കാരാണ്. അവർക്ക് ഓടിപ്പോകാനോ നിരസിക്കാനോ കഴിയില്ല. എന്നാൽ അവർ തർക്കിച്ചാലോ, ഞാനിതല്ല മറ്റേതാണ് ചെയ്യുക എന്ന് പറഞ്ഞാലോ, എങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകുക. പക്ഷെ നിൽക്കൂ, ഇതാണ് യഥാർത്ഥ കളി. പോയിന്റ് നമ്പർ 12 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുപ്പുകളുടെ ഭ്രമം പഠിപ്പിക്കും. പാമ്പ് ചാകുകയും വേണം, വടി ഒടിയുകയും അരുത്. നിയമം 12 2 വഴികളുടെ വഞ്ചന. നിങ്ങൾ ആളുകളോട് ചോദിക്കുന്നു, നീ എന്റെ കാര്യം ചെയ്തു തരുമോ? ഇത് തെറ്റായ ചോദ്യമാണ്. കാരണം അതിലില്ല എന്ന് പറയാൻ ഓപ്ഷനുണ്ട്. നിങ്ങൾ അവർക്ക് ഇല്ല എന്ന് പറയാൻ അവസരം കൊടുക്കുന്നത് എന്തിനാണ്? സൈക്കോളജി പറയുന്നത് മനുഷ്യ മനസ്സിന് സ്വാതന്ത്ര്യം ഇഷ്ടമാണ് എന്നാണ്. തീരുമാനമെടുത്തത് താനാണെങ്കിൽ താനാണ് യജമാനൻ എന്നതിന് തോന്നും. സത്യത്തിൽ തലച്ചോറ് മടിയനാണ്. നിങ്ങൾ 2 ഓപ്ഷൻ കൊടുത്താൽ അത് രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കും. മൂന്നാമതൊന്നിനെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. ഇതിനെ ഇരട്ടക്കെണി എന്ന് വിളിക്കുന്നു. ഇനി നേരെ തിരിച്ചു ചെയ്യുക. ചോദ്യം മാറ്റുക. ഉത്തരം തനിയെ മാറിക്കോളും. നീ വരുമോ എന്ന് ഒരിക്കലും ചോദിക്കരുത്. നമ്മൾ ചൊവ്വാഴ്ച കാണണോ അതോ വെള്ളിയാഴ്ച കാണണോ എന്ന് ചോദിക്കുക. നിങ്ങൾ ഈ സാധനം വാങ്ങുമോ എന്ന് ചോദിക്കരുത്. പണം നേരിട്ടാണോ അതോ കാർഡ് വഴിയാണോ നൽകുന്നത് എന്ന് ചോദിക്കുക. ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ് സംഭവിച്ചതെന്ന്. ഇല്ല എന്ന് പറയാനുള്ള ഓപ്ഷൻ നിങ്ങൾ നീക്കം ചെയ്തു. ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്ന ഓപ്ഷൻ കൊടുത്തപ്പോൾ നിയന്ത്രണം അവരുടെ കയ്യിലാണെന്ന് അവർക്ക് തോന്നി. പക്ഷെ സത്യത്തിൽ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. ചൊവ്വാഴ്ചയായാലും വെള്ളിയാഴ്ചയായാലും അവർക്ക് കാണേണ്ടി വരും. എല്ലാ വഴികളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു ചക്രവ്യൂഹത്തിൽ നിങ്ങൾ അവരെ ഇട്ടു. അവർ തിരഞ്ഞെടുത്തു എന്ന് അഭിനയിക്കട്ടെ. പക്ഷെ ഫലം നേരത്തെ തീരുമാനിച്ചു വയ്ക്കുക. നിങ്ങൾ ക്ഷീണിച്ചോ? ഇല്ല, സിംഹം ക്ഷീണിക്കില്ല. നമ്മൾ 12 നിയമങ്ങൾ പൂർത്തിയാക്കി. നിങ്ങളിപ്പോൾ 90% ആളുകളെക്കാളും അപകടകാരിയായി മാറിക്കഴിഞ്ഞു. പക്ഷേ അവസാനത്തെ 2 നിയമങ്ങൾ, പോയിന്റ് 13, 14 എന്നിവ ബ്രഹ്മാസ്ത്രങ്ങളാണ്. ബാക്കിയെല്ലാം പരാജയപ്പെടുമ്പോൾ ഉപയോഗിക്കേണ്ടവ. പോയിന്റ് നമ്പർ 13 നമ്മൾ സ്വഭാവഹത്യയെക്കുറിച്ച് പഠിക്കും. കൈ ഉയർത്താതെ തന്നെ ഒരാളെ സമൂഹത്തിനു മുന്നിൽ കൊല്ലുന്ന രീതി. ഇത്രയും ക്രൂരതയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ 12 വാതിലുകൾ കടന്നു. പക്ഷേ ഓർക്കുക, കാട്ടിൽ മുന്നിൽ നിന്ന് ആക്രമിക്കാത്ത ഒരു മൃഗവുമുണ്ട്. അത് കൂട്ടത്തെ നിനക്കെതിരെ തിരിച്ചുവിടും. ശത്രു നിങ്ങളെക്കാൾ ശക്തനാണെങ്കിൽ അവനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അവന്റെ അസ്തിത്വം നിങ്ങളില്ലാതാക്കണം. ശരീരം കൊണ്ടല്ല, സമൂഹം കൊണ്ട്. കേട്ടോളൂ, നിയമം നമ്പർ 13. ഇതിനെ രാഷ്ട്രീയത്തിൽ അഭ്യൂഹം കൊണ്ടുള്ള മരണം എന്ന് വിളിക്കുന്നു. നിയമം 13 കളങ്കത്തിന്റെ അടയാളം. ഒരു ശക്തനായ ശത്രു നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ
നിങ്ങൾ അവനോട് യുദ്ധത്തിന് പോകുന്നു. നിങ്ങൾ തെളിവ് ശേഖരിക്കുന്നു. നിങ്ങൾ കോടതിയുടെ കാര്യം പറയുന്നു. നിങ്ങൾ നീതി ചോദിക്കുന്നു. വിഡ്ഢിത്തം. കലിയുഗത്തിൽ നീതിയല്ല, കാഴ്ചപ്പാടാണ് വലുത്. ഇരുണ്ട സത്യം. മനുഷ്യൻ സത്യത്തെ വിശ്വസിക്കില്ല. മനുഷ്യൻ മസാലയെയാണ് വിശ്വസിക്കുന്നത്. ഒരാളുടെ സ്വഭാവത്തിൽ ഒരു കറ പുരണ്ടാൽ ഗംഗാജലത്തിൽ കുളിച്ചാലും അത് പോകില്ല. ശത്രുവിനെ സമൂഹത്തിനു മുന്നിൽ താഴ്ത്തിക്കെട്ടിയാൽ അവന്റെ ശക്തി തനിയെ തീരും. സൈന്യമില്ലാത്ത രാജാവ് യാചകനാണ്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. വിഷം കലർത്തുക, പക്ഷേ ആശങ്കയുടെ രൂപത്തിൽ. ശത്രുവിനെ നേരിട്ട് കുറ്റപ്പെടുത്തരുത്. അഭ്യൂഹത്തെ ചോദ്യമായി ചോദിക്കുക. ആൾക്കൂട്ടത്തിനിടയിലോ സുഹൃത്തുക്കൾക്കിടയിലോ പതുക്കെ പറയുക, എനിക്കുറപ്പില്ല, എന്നാലും അവൻ പണത്തിന്റെ കാര്യത്തിൽ അത്ര വിശ്വസ്തനല്ലെന്ന് കേട്ടു. സത്യമെന്താണെന്ന് ദൈവത്തിനറിയാം, പക്ഷേ എനിക്ക് അവനോട് സഹതാപം തോന്നുന്നു. ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന്. എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നുണയനാവില്ല. സഹതാപം കാണിച്ചതുകൊണ്ട് നിങ്ങൾ നല്ലവനാണെന്ന് തോന്നും. പക്ഷേ സംശയത്തിന്റെ വിത്ത് നിങ്ങൾ പാകിക്കഴിഞ്ഞു. ഈ സംശയം പതിയെ മരമാകും. ആളുകൾ അവനെ സംശയത്തോടെ നോക്കും. അവന്റെ ഓരോ പ്രവൃത്തിയിലും അവർ കുറ്റം കണ്ടെത്തും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ശത്രുവിന്റെ വേരറുക്കണമെങ്കിൽ അവന്റെ വേണ്ടപ്പെട്ടവരുടെ മനസ്സിൽ അവനോടുള്ള വെറുപ്പ് നിറയ്ക്കണം. വാളെടുക്കാതെ തന്നെ നിങ്ങൾ അവന്റെ സാമൂഹിക ജീവിതം അവസാനിപ്പിക്കും. നിങ്ങൾ ലോകം ജയിച്ചു. നിങ്ങൾ ആളുകളെ കളിപ്പിച്ചു, പേടിപ്പിച്ചു, ശത്രുവിനെ ഇല്ലാതാക്കി. പക്ഷെ അവസാനത്തെ ഒരു കാര്യം ബാക്കിയുണ്ട്. ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾ അടിമയാകാം. ആരുടെ? സ്വന്തം വിജയത്തിന്റെ, സ്വന്തം മോഹങ്ങളുടെ. എല്ലാം നേടിയ ശേഷം അത് നഷ്ടപ്പെടുമോ എന്ന പേടി നിങ്ങളെ കാർന്നു തിന്നാം. അതുകൊണ്ട് അവസാനത്തെ നിയമം പോയിന്റ് 14 നിങ്ങളെ ദൈവമാക്കും. ഇത് ഏറ്റവും കഠിനമാണ്. നിയമം 14. ശൂന്യമാവുക. നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഫലം വേണം. പ്ലാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾ കരയുന്നു. ആരെങ്കിലും ഉപേക്ഷിച്ചാൽ നിങ്ങൾ തളരുന്നു. നിങ്ങൾ കാര്യങ്ങളുമായി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ പിഴുതെറിയാൻ എളുപ്പമാണ്. ഇരുണ്ട സത്യം. ഈ ലോകത്ത് ഏറ്റവും ശക്തനായ മനുഷ്യൻ ഒന്നിനും വേണ്ടാത്തവനാണ്. എനിക്ക് ഒന്നിനെയും പേടിയില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ, അന്ന് നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റാത്തവനാകും. നിങ്ങൾ ഒന്നിന്റെയും പിന്നാലെ ഓടാതിരിക്കുമ്പോൾ ആ കാര്യം നിങ്ങളുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. ഇത് പ്രപഞ്ച സത്യമാണ്. ഇനി നേരെ തിരിച്ചു ചെയ്യുക. ഉപേക്ഷിക്കാനുള്ള ശക്തി. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ബാഗ് പാക്ക് ചെയ്തു വെക്കുക. അത് ജോലിയായാലും ബന്ധമായാലും പണമായാലും. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ ആ നിമിഷം എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേൽക്കുക. പേടിക്കാതെ, തിരിഞ്ഞു നോക്കാതെ. നിങ്ങൾ ഏതു നിമിഷവും ഇറങ്ങിപ്പോകുമെന്ന് മുന്നിലുള്ളയാൾക്ക് ബോധ്യം വന്നാൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല. നിങ്ങളുടെ കണ്ണുകളിൽ ആ വൈരാഗ്യം കാണണം. ചാണക്യൻ ചന്ദ്രഗുപ്തനെ രാജാവാക്കി, എന്നിട്ട് സ്വയം കാട്ടിലേക്ക് പോയി. അദ്ദേഹം അധികാരത്തെ ഒരിക്കലും തന്നെ ഭരിക്കാൻ അനുവദിച്ചില്ല. ശൂന്യമാവുക, ഒഴിഞ്ഞിരിക്കുക. കാരണം ഒഴിഞ്ഞ പാത്രത്തിലെ എന്തെങ്കിലും നിറയ്ക്കാൻ കഴിയൂ. കാറ്റിനെ വെട്ടാൻ ഒരു വാളിനും കഴിയില്ല. നിങ്ങൾ ഒന്നുമല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നേടാൻ കഴിയും. ഇതായിരുന്നു നിങ്ങളെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിർത്തി സിംഹാസനത്തിലിരുത്തുന്ന ആ 14 നിയമങ്ങൾ. പക്ഷേ മുന്നറിയിപ്പ് ഓർക്കുക, ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. രക്ഷയ്ക്കുപയോഗിച്ചാൽ നിങ്ങൾ രാജാവാകും. അഹങ്കാരത്തിനുപയോഗിച്ചാൽ നിങ്ങൾ രാക്ഷസനാകും. തീരുമാനം നിങ്ങളുടേതാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം എനിക്ക് ഫോളോവേഴ്സിനെയല്ല, ലീഡേഴ്സിനെയാണ് ആവശ്യം. നിങ്ങളുടെ ഉള്ളിൽ ആ തീയുണ്ടെങ്കിൽ, പഴയ തൊലി ഉരിച്ചുകളയാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ചാനലിൽ ചേരുക. താഴെ കമന്റിൽ എഴുതൂ, ഞാൻ യജമാനനാണ് എന്ന്. എന്റെ സൈന്യത്തിൽ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിയണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹ്യൂമൻ മൈൻഡ് ഹാക്കിങ്ങിന്റെ അടുത്ത ലെവലിലേക്ക് പോകും.